അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് PLCയുടെ പ്രോഗ്രാമിംഗ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞൊരു PLCയുടെ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു നമുക്കിത് സീരീസ് ആയിട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓംറോൺ PLCയുടെ ഒരു ഇൻട്രൊഡക്ഷനാണ്. അതെങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സീമെൻസിൻ്റെ ലോഗോ PLC ആയിരുന്നു പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഓംറോണിൻ്റെ നമുക്ക് PLC ഒന്ന് നോക്കാം, എങ്ങനെയാണ് അതിൻ്റെ പ്രോഗ്രാം ചെയ്യുന്ന മറ്റു കാര്യങ്ങളെന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. വിഷൻ കൺട്രോൾസിൻ്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ആദ്യം ഓപ്പൺ ചെയ്യാം. CXP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. നമുക്കത് ഓപ്പൺ ചെയ്യാം. ന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഈ രണ്ട് കോളമാണ്. അതിനകത്ത് നമുക്ക് മോഡൽ സെലക്ട് ചെയ്യാം. CP1E എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാം. അതേപോലെ നമുക്ക് ഏത് വഴിയാണ് ഇത് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേറ്റ് USB നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊരു പേജ് ഓപ്പൺ ആവുന്നുണ്ട്. ഇതിനകത്ത് നമുക്കറിയാം ടൂൾസ് NO, നോർമലി കോൺടാക്ട്, അതുപോലെ NC കോൺടാക്ട്, അങ്ങനെയുള്ള ടൂൾസ് ഉണ്ട്. അതേപോലെ ഔട്ട്പുട്ട് കോയിൽ അങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒരു NO എടുത്ത് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. അവിടെ നമ്മൾ അഡ്രസ്സ് കൊടുക്കണം. 0.00 എന്ന് പറയുന്ന അഡ്രസ്സ് നമുക്ക് സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഒരു നെയിമിങ് കൊടുക്കാം. സ്വിച്ച് ഓൺ എന്നുള്ളത് നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് NC ബട്ടൺ കണക്ട് ചെയ്യാം. അത് നമ്മളൊരു ലാച്ചാണ് കേട്ടോ ചെയ്യുന്നത്, നോർമൽ ലാച്ചാണ്. അപ്പോൾ ഇതിനകത്ത് 0.01 എന്ന് പറയുന്ന അഡ്രസ്സ് നമ്മൾ കൊടുത്തു. അതിന് നമ്മൾ സ്വിച്ച് ഓഫ് എന്നുള്ള ഒരു കമൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, ഒരു ഔട്ട്പുട്ട് കോയിൽ നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഔട്ട്പുട്ട് കോയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് അഡ്രസ്സ് വരുന്നത് 100.00 എന്നാണ്. അപ്പോൾ നമുക്കത് കൊടുക്കാം. 100.00 എന്ന് കൊടുക്കാം. നമുക്ക് അതുപോലെ കമൻറ്റ് കൊടുക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഒരു മോട്ടറിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാഡർ ഫില്ലായി. ഇനി നമുക്ക് വേണ്ടത് ഇതിന്, അതായത് സ്വിച്ച് ഓൺ എന്ന് പറയുന്നതിന് പാരലായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു NO ബട്ടൺ നമ്മൾക്ക് കൊടുക്കണം, അതായത് ഔട്ട്പുട്ട് അഡ്രസ്സ്. അപ്പോൾ അതിന് 100.00 എന്നുള്ള അഡ്രസ്സ് കൊടുത്തു. നമ്മൾ അതിനകത്ത് എൻ്റർ കൊടുത്തു. അപ്പോൾ എന്താ, ഇപ്പോൾ ലാച്ച് ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ലാച്ച്, ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി സിമുലേഷനിൽ പോയിട്ട് വർക്ക് ഓൺലൈൻ സിമുലേറ്റർ എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇത് സിമുലേഷനിലേക്ക് പോയി. നമുക്ക് PLC ഇല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയറിൽ തന്നെ സിമുലേഷനായിട്ട് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണിക്കും. അപ്പോൾ എററൊന്നുമില്ല. അപ്പോൾ സിമുലേഷൻ സക്സസ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ, ആദ്യത്തെ സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ട്. സെറ്റ് കൊടുക്കുന്ന സമയത്ത് ഇത് ഓൺ ആയിട്ടുണ്ട് കേട്ടോ. അതായത് ആദ്യത്തെ സ്വിച്ച് ഓൺ എന്നുള്ള ബട്ടൺ നമ്മൾ ഫോഴ്സ് ചെയ്തു. അതായത് 0 ആദ്യം 1 കൊടുത്ത് ഇനി നമ്മൾ 0 കൊടുക്കാം, ഓഫ് ആക്കാം. അപ്പോൾ ആദ്യത്തെ സ്വിച്ച് ഓൺ എന്നുള്ള ബട്ടൺ നമ്മൾ എത്ര തവണ ഒരു തവണ ഓൺ ആക്കിയതിന് ശേഷം എത്ര തവണ ഓഫ് ചെയ്താലും വീണ്ടും ഓൺ ആക്കിയാലും ഈ മോട്ടർ ഓഫ് ആകാനോ ഓൺ ആവാനോ പാടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്തത് ഈ ഒരു തവണ കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. വീണ്ടും ഓൺ ആക്കുന്നുണ്ട്. അപ്പോൾ മോട്ടറിൻ്റെ സെയിം ഔട്ട് തന്നെയാണ് കാണിക്കുന്നത്, ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോട്ടറിൻ്റെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നില്ല. ഇനി നമ്മൾ എന്തിനാ, ഓഫ് ചെയ്യാനായിട്ട് സ്വിച്ച് ഓഫ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ മോട്ടർ ഓഫ് ആവുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്ത് സിമുലേഷൻ കൊടുത്തു. അപ്പോൾ ഓഫായി. ഇനി ആ ബട്ടൺ നമ്മൾ വീണ്ടും 0 പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എഗെയിൻ നമുക്ക് ഇനി ഒരു തവണ കൂടെ ഒന്ന് ഓൺ ആക്കി നോക്കാം. സ്വിച്ച് ഓൺ എന്നുള്ള ബട്ടൺ കൊടുത്തിട്ട് 1 കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ഓൺ ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലാച്ച് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ സിമുലേഷനിൽ പോയിട്ട് വർക്ക് ഓൺലൈൻ സിമുലേറ്ററിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഓഫ്ലൈനിലേക്ക് പോകും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് എന്ന് പറയുന്ന ആ ബട്ടണിൻ്റെ അഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. 02 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ നേരത്തെ 01 ആണ് നമ്മൾ കൊടുത്തത്. ഇപ്പോൾ 02 എന്ന് പറയുന്ന അഡ്രസ്സാണ്. എഗെയിൻ നമ്മൾ സിമുലേഷൻ ചെയ്യുന്നുണ്ട്. ഒരു ടെസ്റ്റ് കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ട്. അവിടെ 1 കൊടുത്തു, സെറ്റ് ചെയ്തു. അപ്പോൾ ഓണായി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റേ S2 എന്ന് പറയുന്ന സ്വിച്ച് നമ്മൾ 2 എന്ന് പറയുന്ന അഡ്രസ്സിനകത്ത് ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഏകദേശം നമ്മളെ ഒരു ഓംറോൺ PLCയുടെ ഒരു ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഒരുപാട് ടൂൾസ് ഉണ്ട്, നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിക്വയർമെൻറ്റ്സോ അല്ലെങ്കിൽ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ ഇതുമായി PLC വല്ല പ്രോഗ്രാം പഠിക്കണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.